നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹൂത്തി വിമതർ ചെങ്കടലിൽ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഇറാനാണ് എന്ന ആരോപണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭാവിയിലും ചെങ്കടലിൽ അമേരിക്കയുടെ ഏതെങ്കിലും കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അത് ഹൂത്തിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റാരുടെ ഭാഗത്തു നിന്നായാലും അതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം ഇറാന് തന്നെയായിരിക്കും എന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. നേരത്തെ ആണവ നയവുമായി ബന്ധപ്പെട്ട ഇറാനുമായി ചർച്ചകൾ നടത്താൻ അമേരിക്ക തീരുമാനിച്ചിരുന്നു. അക്കാര്യത്തിൽ ഇനിയും ഒരു ധാരണയായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇറാന് നേരെ ഇത്രയും ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പലിനും മറ്റ് ചില കപ്പലുകൾക്ക് നേരെ 2 തവണ ആക്രമണം നടത്തി എന്നാണ് ഹൂത്തി വിമതർ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ അമേരിക്ക ആകട്ടെ ഇക്കാര്യം അന്ന് നിഷേധിക്കുകയായിരുന്നു. ഏതായാലും ആക്രമണ ശ്രമം നടന്നു എന്നും അതിനായി ശ്രമിച്ച ഡ്രോണുകളൊക്കെ തന്നെ തങ്ങൾ വെടിവെച്ചിട്ടതായിട്ടുമാണ് അന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നത്. മാത്രമല്ല ഇപ്പോൾ അമേരിക്ക നിലപാട് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഓരോ വെടിവെപ്പിന് പിന്നിലും ഇറാൻ തന്നെയാണ് ഉത്തരവാദികളെന്നും അതിനൊക്കെ തന്നെ അവർ വലിയ വില നൽകേണ്ടി വരും എന്നുമാണ് ഇപ്പോൾ ട്രംപും അമേരിക്കൻ ഭരണകൂടവും ഇറാന് താക്കീത് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ചെങ്കടലിൽ ഹൂത്തി വിമതർക്ക് നേരെ അമേരിക്ക അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് നടത്തുമായിരുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് 2ാം വട്ടം പ്രസിഡന്റ് ആയതിനു ശേഷം കഴിഞ്ഞ ദിവസം യമനിൽ ഹൂത്തികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടന്നിരുന്നു. ഏതാണ്ട് 53 പേർ കൊല്ലപ്പെട്ടു എന്നും 100ലധികം പേർക്ക് പരിക്കേറ്റു എന്നുമാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. ഇതിന് തങ്ങൾ തിരിച്ചടി നൽകും എന്ന് ഹൂത്തി വിമതരും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹൂത്തി വിമതർ ചെങ്കടൽ ഉയർത്തുന്ന ഭീഷണി തങ്ങളുടെ വ്യാപാര താൽപ്പര്യങ്ങളെയും ബാധിക്കും എന്നുള്ളത് കൊണ്ട് കൂടിയായിരിക്കാം അതിശക്തമായ നിലപാട് തന്നെയാണ് അവർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. 2023 ഒക്ടോബർ 7 ഹമാസ് വിമതർ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് തൊട്ട് പിന്നാലെ ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകളെ ഹൂത്തി വിമതർ ആക്രമിക്കാൻ ആരംഭിച്ചത്. ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെയാണ് അവർ ആക്രമിച്ചിരുന്നതെങ്കിൽ പിന്നീട് മറ്റ് കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് അമേരിക്ക ഇവിടെ അവരുടെ നാവികസേനയെ നിയോഗിച്ചത്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പലുകൾ തന്നെയാണ് ഈ മേഖല റോന്തുചുറ്റിയിരുന്നത്. ഇവർ ഹൂതി വിമതർക്ക് നേരെ നിരന്തരമായ ആക്രമണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നാളുകളായി ഹൂതി വിമതരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നില്ല. അതേസമയം അവർ ഇസ്രായേലിലേക്ക് നിരന്തരം ആക്രമണം നടത്തുന്നുമുണ്ടായിരുന്നു. ഇസ്രായേലിലേക്ക് അവർ ഡ്രോണുകളും റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ തന്നെ അയച്ചിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം തകർത്തിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് ഹൂത്തി വിമതർ അയച്ച ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേൽ പതിച്ചിരുന്നു. അവിടുത്തെ ഏറ്റവും പ്രധാന നഗരമായ ടെൽ അവീവിലേക്കാണ് ഈ മിസൈൽ പതിച്ചത്. ഏതായാലും അന്ന് ആളപായം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇസ്രായേൽ ഇക്കാര്യത്തിൽ കനത്ത തിരിച്ചടി നൽകാൻ തന്നെ അന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് യമനിലെ ഹൂത്തികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അന്ന് ഇസ്രായേൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത്. അവരുടെ തുറമുഖങ്ങളും വിമാനത്താവളവും അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ അന്ന് ഇസ്രായേൽ തകർക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ അമേരിക്കയുടെ കൂടി ശത്രുത ഏറ്റുവാങ്ങിയതോടുകൂടി ഹൂത്തി വിമതർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഹൂത്തികളാകട്ടെ കഴിഞ്ഞ ദിവസം അമേരിക്ക വിരുദ്ധ റാലികൾ അവിടെ എങ്ങും സംഘടിപ്പിച്ചിരുന്നു. യമനിലെ പ്രധാന നഗരങ്ങളിലൊക്കെ തന്നെ അമേരിക്കയ്ക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വലിയ തോതിലുള്ള റാലികളാണ് അവർ നടത്തിയത്. എങ്കിലും ട്രംപിൻ്റെ ഈ ഭീഷണി അത്ര നിസ്സാരമല്ല എന്ന് വേണം കണക്കാക്കാൻ. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ എതിർക്കാൻ വരുന്ന അവരെല്ലാം തന്നെ തീർത്തും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത നയം. അതുപോലെ തന്നെ ഇസ്രായേൽ സർക്കാരും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ട. ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്ന ആരും തങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ് എന്നും അവരെല്ലാം തങ്ങൾ തോൽപ്പിച്ച് ഓടിക്കുമെന്ന് നേരത്തെ ഇസ്രായേലും പ്രഖ്യാപിച്ചിരുന്നു.